ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ തദ്രീബു തിലാവയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. പ്രിൻ്റ് ചെയ്തതിൽ കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാനത് ഫോട്ടോ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നത് കുറച്ച് ചിത്രങ്ങളാണ്, അത് മാച്ച് ചെയ്യണം, അതിൻ്റെ പേരിലേക്ക് മാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ചിത്രം നോക്കിയിട്ട് മാച്ച് ചെയ്യാം. ചിത്രത്തിൻ്റെ പേര് അറിയുന്നവർക്ക് അതിലേക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ അക്ഷരങ്ങൾ അറിയണം. നമ്മളിപ്പോൾ ഫ്ലൈ, ഫസ്റ്റ് ഇവിടെ ഈച്ച, ഫ്ലൈ ആണല്ലേ. അപ്പോൾ അതിൻ്റെ അറബി പേരെന്തായിരുന്നു? അത് അറിഞ്ഞാലേ നമുക്ക് അതിലേക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ അല്ലേ. എന്തായിരുന്നു ഫ്ലൈ എന്നതിൻ്റെത്? ദുബാബ്. ദുബാബ്, അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യണം, ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ദുബാബ്. അപ്പോൾ ദുബാബ് എന്നത് ഫസ്റ്റ് ദാല് വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ, മാറിപ്പോവരുത്, മനസ്സിലാക്കാം. ഇനി അടുത്തത് ലെറ്റസ്. ലെറ്റസിന് എന്തായിരുന്നു പറഞ്ഞത്? ഹസ്. ഹസ് അല്ലേ. അപ്പോൾ ഹ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അക്ഷരം നോക്കുക, അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതാ ബലൂൺ. ബലൂണിന് എന്തായിരുന്നു? ബാലൂൻ. ബാലൂൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് അതിൻ്റെതും മാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെന്താണ് ചിത്രം വന്നത് നോക്കൂ? റോസ്. ഫ്ലവറാണ്. ഫ്ലവറാണ് അല്ലേ. ഇവിടെ ഫ്ലവർ, റോസാപ്പൂവിൻ്റെ ചിത്രമാണ്. അപ്പോൾ പാഠബുക്കിൽ നിങ്ങൾക്ക് റോസാപ്പൂ അല്ലായിരുന്നു. അപ്പോൾ ഫ്ലവർ എന്നതിന് അറബിയിൽ എന്താ പറയുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം സായി കൊണ്ട് തുടങ്ങുന്ന വേർഡ്സായി നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? സഹ്റ. 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 അപ്പോൾ നമുക്കതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ എന്താ തന്നത്? താഴെ കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ ജീമിന് മുകളിൽ വട്ടം വരച്ചെടുക്കണം. ജീമിന് മുകളിൽ വട്ടം വരച്ചെടുക്കണം. ഫസ്റ്റ് നെജ്മുൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇടയിലാണ് ജീമ് വന്നത്. അപ്പോൾ ചേർത്ത് എഴുതുമ്പോഴുള്ള ജീമ് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി അടുത്തത് താജുൻ. താജുനാണ്. അപ്പോൾ അതിൽ അവസാനത്തെ ജീമ വന്ന് താജുൻ. അപ്പോൾ നമുക്ക് ജീമിന് റൗണ്ട് ചെയ്യാം. അടുത്തതാ ജമലുൻ. ജമലുൻ. ഫസ്റ്റ് തന്നെ ജീമ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു റൗണ്ട് വരയ്ക്കാം. അടുത്തതാ അജ്. അജ്. അജ് എന്നതിൽ അവസാനത്തിൽ ജീമ്. അപ്പോൾ അവിടെ വട്ടം വരയ്ക്കാം. അടുത്തതാ ജിൽദുൻ. ജിൽദുൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ ജി വന്നിട്ടുണ്ട്, ജീമ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വട്ടം വരച്ചെടുക്കാം. അടുത്തതാ ജഹദ. ജഹദ. ഹ ആണ് രണ്ടാമത്തത്. അപ്പോൾ ജീമ് പോലെ തന്നെയാണ്, രണ്ടും കൂട്ടി വരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ജീമിന് മാത്രമേ വരയ്ക്കാവൂ, മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ഹ വരാം, ഹ വരാം, റാ വരാം, സായി വരാം, അങ്ങനെയൊക്കെ അക്ഷരങ്ങൾ തരും. എന്നിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ചറിഞ്ഞ് വട്ടം വരയ്ക്കാനും ചതുരം വരയ്ക്കാനും രണ്ടും വരും. അപ്പോൾ ഇവിടെ വട്ടം വരയ്ക്കാനാണ് വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി അടുത്ത നോക്കി വായിച്ചു കൊടുക്കാനോ. ഇവിടെ കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് വായിച്ചു കൊടുക്കണം ഉസ്താദിന്. ഫസ്റ്റത്തത് അദബുൻ, ബൈത്തുൻ, ഹസ്സുൻ, ഹബലുൻ, തംറുൻ, ബദറുൻ, ഖറജ, അസദ്. അസദ്. ജമലുൻ, സൗർ. സൗർ. അപ്പോൾ ഇത്രയും പദങ്ങൾ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്, നമ്മൾ പഠിച്ച വേർഡ്സുകളാണ്. അപ്പോൾ അതൊക്കെ ഉസ്താദിന് വായിച്ചു കൊടുക്കണം. ഇനി താഴത്തൊരു കളത്തിലും അത് തന്നെയാണ് തന്നത്. അപ്പോൾ എന്താണ്? ബാലൂൻ. അതാബ. ഞാൻ താഴോട്ടാണ് വായിക്കുന്നത്, മനസ്സിലാക്കാം. ബ, ബൂ, റീ. നെക്സ്റ്റ് താബ. താജുൻ. ഹ, ജ,
ജൂ, ഹ, ജാ, ജൂ. അപ്പോൾ അതൊക്കെ അക്ഷരങ്ങൾ മാറി തരാം നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെയാണ് എക്സാം വരിക എന്നുള്ളൊരു മോഡലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അറിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത് കുറച്ച് പാഠങ്ങൾ വെച്ചിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സഹ്റ വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒക്കെ എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.